ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJ's ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സച്ചി റോഡ് സൈഡിൽ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഗോകുലുമായിട്ട് അർച്ചന അവരുടെ കാറിൽ അങ്ങോട്ടേക്ക് പോകുന്നത് കാണുന്നത്. അർച്ചനയുടെ കാര്യങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സച്ചി. അപ്പോൾ അങ്ങനെ അർച്ചന ഇരിക്കുന്നത് സച്ചി കാണുന്നു. ഈ സമയം സച്ചി പെട്ടെന്ന് തന്നെ ബിജുക്കുട്ടനെ വിളിക്കുകയാണ്. ബിജുക്കുട്ടൻ കടയിൽ വെള്ളം വാങ്ങാൻ പോയതായിരുന്നു. വേഗം വാ എന്ന് പറഞ്ഞ് ബിജുക്കുട്ടനെ വിളിക്കുന്നു. പെട്ടെന്ന് കയറി എന്നൊക്കെ ബിജുക്കുട്ടനോട് പറയുന്നുണ്ട്. അങ്ങനെ ബിജുക്കുട്ടൻ പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറുന്നു. നീ എന്തായി കാണിക്കുന്നത് എന്ന് ബിജുക്കുട്ടൻ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എടാ ആ കാറിൽ അർച്ചന എന്നിങ്ങനെ പറയുമ്പോൾ ഏത് കാറ് എന്ന് ബിജുക്കുട്ടൻ ചോദിക്കുന്നു. എടാ ഇപ്പോൾ ഒരു കാറ് പോയില്ലേ, ആ കാറിൽ അർച്ചനയുണ്ട്. ഉടനെ ബിജുക്കുട്ടൻ പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ, അടുത്ത അടി വാങ്ങിച്ച് കിട്ടാനായിട്ട് വിളിച്ചോണ്ട് പോകുക എന്നൊക്കെ ഇങ്ങനെ ബിജുക്കുട്ടൻ പറയുന്നുണ്ട്. ആ കാറിൻ്റെ പിന്നാലെ തന്നെ സച്ചി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്ന് സച്ചി, ഇങ്ങനെ പെട്രോളും കാശും ചിലവാക്കി തല്ല് വാങ്ങിച്ചു കൂട്ടേണ്ട വല്ല കാര്യമുണ്ടോ? അത് അർച്ചന ആയിരിക്കില്ല എന്നൊക്കെ ബിജുക്കുട്ടൻ ഇങ്ങനെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ ഒന്ന് മിണ്ടാതിരിക്കും, ഞാൻ കണ്ടത് അർച്ചനയെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറയുകയാണ് സച്ചി. ഉടനെ ബിജുക്കുട്ടൻ പറയുന്നുണ്ട്, ഒരു ദിവസം പോലും നീ തല്ലുകൊള്ളാതിരിക്കാൻ സമ്മതിക്കില്ലല്ലോ. നിൻ്റെ കൂടെ നടന്നാൽ മര്യാദയ്ക്ക് കല്യാണം പോലും കഴിക്കാൻ നീ സമ്മതിക്കില്ല. അതിനു മുന്നേ തന്നെ നാട്ടുകാർ തല്ലിക്കൊല്ലും എന്നൊക്കെ ഇങ്ങനെ ബിജുക്കുട്ടൻ പറയുന്നത് കേട്ട് സച്ചി പറയുകയാണ്, നീ ആദ്യം ആ കാർ എങ്ങോട്ടാണ് പോയതെന്ന് നോക്ക്. അർച്ചന പോയ കാർ ഇപ്പോൾ സിഗ്നലിൽ നിൽക്കുകയാണ്. അതിൻ്റെ കുറച്ച് പിന്നിലായി തന്നെ സച്ചിയും ഉണ്ട്. സിഗ്നലിൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ അർച്ചനയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ എങ്ങോട്ടാണ് പോയതെന്ന് സച്ചി കാണുന്നില്ല. ശേഷം കാണിക്കുന്നത് കമലയാണ്. കമല കറി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം അവിടേക്ക് ആവണി വന്നിട്ട് കഴിക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇപ്പോൾ വളരെ സ്നേഹത്തോടെ തന്നെ ആവണിക്ക് ഭക്ഷണം കൊടുക്കുകയാണ് കമല. നാളെയാണ് ശ്രാദ്ധം. അനൂപ് എല്ലാം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നീ സച്ചിയെ വിളിച്ചായിരുന്നോ എന്നൊക്കെ കമല മീരയോട് ചോദിക്കുമ്പോൾ മീര പറയുന്നുണ്ട്, ഇല്ല, അനൂപേട്ടനോടൊന്ന് ചോദിച്ചിട്ട് വിളിക്കാമെന്ന് കരുതി. അതെന്തിനാ അനൂപിനോട് ചോദിക്കുന്നത് എന്ന് കമല ചോദിക്കുമ്പോൾ മീര പറയുന്നുണ്ട്, അമ്മയ്ക്കറിയില്ലേ, പുറമേ ഒന്നും കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ സച്ചിയോട് ദേഷ്യമുണ്ട് അനൂപേട്ടന്. അതിന് ഇതുമായി എന്താ ബന്ധം എന്നിങ്ങനെ കമല ചോദിക്കുന്നുണ്ട്. സേതുവേട്ടൻ്റെ മകനാണ് സച്ചി, ബലിയിടേണ്ടത് അവനല്ലേ എന്നൊക്കെ കമല ചോദിക്കുമ്പോൾ മീര ഇപ്പോൾ പറയുന്നുണ്ട്, സന്ദീപും ആ അച്ഛൻ്റെ മകൻ തന്നെയല്ലേ, സന്ദീപ് ബലിയിട്ടാലും പോരെ എന്ന് പറയുമ്പോൾ ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല, സന്ദീപേട്ടൻ ഇളയ മകനല്ലേ, സച്ചിയേട്ടനല്ലേ ബലിയിടേണ്ടത് എന്നൊക്കെ ആവണി ഇങ്ങനെ പറയുന്നു. ആചാരമനുസരിച്ച് ബലിയിടേണ്ടത് മൂത്ത മകനാണ്. നന്ദൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് തന്നെ സച്ചിയാണ് ബലിയിടേണ്ടത് എന്ന് കമല പറയുന്നു. സന്ദീപ് ഇപ്പോൾ ആ സമയം അവിടേക്ക് വരുന്നുണ്ട്. നീ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് കമലയും പറയുന്നുണ്ട്. മീരടുത്ത് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകും, പക്ഷേ ബലിയിടൽ ചടങ്ങിൽ നിന്നും സച്ചിയേട്ടനെ മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്ന് സന്ദീപ് പറയുന്നു. അനൂപേട്ടനോട് വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം എന്നും സന്ദീപ് പറയുന്നുണ്ട്. എന്ത് സംസാരിക്കാൻ? ആരും ഒന്നും സംസാരിക്കേണ്ട, സച്ചി തന്നെ ബലിയിടണം, അതാണ് അതിൻ്റെ ചടങ്ങ് എന്ന് കമല പറയുന്നു. അവൻ ബലിയിട്ടാലേ സേതുവേട്ടൻ്റെ ആത്മാവിന് പോലും സന്തോഷമാകൂ എന്നൊക്കെ കമല ഇങ്ങനെ പറയുമ്പോൾ മീര മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പിന്നെ ബലിയിടുന്ന ആരാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ആത്മാവ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു. ഇവൾ വല്ല പൊട്ടത്തരവും പറയുന്നത് കേട്ട് മോൻ വിശ്വസിക്കണ്ട, ഇവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ എന്നൊക്കെ കമല ഇങ്ങനെ ചോദിക്കുന്നു. സച്ചി എവിടെയെല്ലാം അലഞ്ഞു അവളെ തിരഞ്ഞ്, എൻ്റെ ദേവി, എൻ്റെ മോളെയും കുഞ്ഞിനെയും നീ തിരിച്ചു കൊണ്ട് തന്നേക്കണേ എന്നൊക്കെ കമല ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കമല വളരെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. ഈ പോയ സമയത്ത് ആവണി ഇപ്പോൾ അമ്മയെ മീരയെ വഴക്ക് പറയുകയാണ്. ശേഷം കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി എത്ര വണ്ടി ഓടിച്ച് പോയിട്ടും അർച്ചനയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ജസ്റ്റ് മിസ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ ഒരു ഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് കാറിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ ട്രാഫിക്കിൽ പെട്ടുപോയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അവളെ കണ്ടെത്താമായിരുന്നു എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ ബിജുക്കുട്ടൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു സച്ചി, നിനക്കത് തോന്നുന്ന അത് അർച്ചനയൊന്നും അല്ലെന്നേ. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ പോകുന്ന കാറിനകത്ത് നമുക്ക് ആരെങ്കിലും തിരിച്ചറിയാൻ പറ്റുമോ? നമുക്ക് തിരിച്ചു പോകാം, നീ വണ്ടിയിൽ കയറ് എന്നൊക്കെ ബിജുക്കുട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, അല്ലടാ, എനിക്ക് ഉറപ്പുണ്ട് അത് അർച്ചന തന്നെയാണ് എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ടിപ്പോൾ ബിജുക്കുട്ടൻ പറയുകയാണ്, ഊണിലും ഉറക്കത്തിലും നിൻ്റെ മനസ്സിൽ അർച്ചനയല്ലേ ഉള്ളൂ, ഏത് പെണ്ണിനെ കണ്ടാലും നിനക്കത് അർച്ചനയായി തോന്നും. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എടാ, ഇത് എപ്പോഴും ഞാൻ പറയുന്ന പോലെയല്ല, ആ കാറിൽ അർച്ചന മാത്രമല്ലായിരുന്നല്ലോ എന്നിങ്ങനെ ഓർത്ത് വീണ്ടും ആലോചിക്കുകയാണ് സച്ചി. എന്നിട്ടിങ്ങനെ ആലോചിക്കുകയാണ് സച്ചി, ആ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടെയാ അത്, എനിക്ക് നല്ല പരിചയമുള്ള മുഖമാണ് എന്നൊക്കെ സച്ചി പറയുന്നു. ഉടനെ ബിജുക്കുട്ടൻ ചോദിക്കുന്നുണ്ട്, നീ ഇത് ഏത് കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്? ഇതിപ്പോൾ അർച്ചനയുടെ കാര്യത്തിൽ മാത്രമേ അടി കിട്ടാറുണ്ടായിരുന്നുള്ളൂ, ഇനിയിപ്പോൾ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട്
അതിൻ്റെ പേരിലും കൂടി അടി വാങ്ങിച്ച് തരരുത്. എങ്ങനെയായാലും അവസാനം തല്ല് കിട്ടുന്നതാണല്ലോ ശീലം എന്നൊക്കെ ഇങ്ങനെ ബിജുക്കുട്ടൻ ഇങ്ങനെ പറയുകയാണ്. സച്ചി വീണ്ടും ആ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അന്നൊരു ദിവസം ഗൗരി മോളെ കണ്ടതായിരുന്നു, അതും ഗോകുലിനൊപ്പം. ആ കിട്ടി, യെസ് ഇതത് തന്നെ എന്ന് സച്ചി പറയുന്നു. ഇത് കേട്ട് ബിജുക്കുട്ടൻ പറയുകയാണ്, ആ അപ്പോൾ തല്ല് കിട്ടുന്ന കാര്യത്തിൽ ഉറപ്പായി. നീ ഒന്ന് മിണ്ടാതിരിക്കും, ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ എന്ന് സച്ചി പറയുന്നു. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ ഗൗരി മോളെ സ്കൂളിൽ വിടാനായി അർച്ചന ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സച്ചി ഇപ്പോൾ വന്നിരിക്കുന്നത് അർച്ചന താമസിക്കുന്ന ഗോകുലിൻ്റെ വീട്ടിലേക്കാണ്. ഇത് തന്നെയാണല്ലോ അല്ലേ വീട്, നിനക്ക് ഉറപ്പ് തന്നെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്തായാലും വണ്ടി ഒതുക്ക് എന്നൊക്കെ ബിജുക്കുട്ടനും പറയുന്നു. സച്ചി ഇപ്പോൾ ഒരു സൈഡിലേക്ക് വണ്ടി ഒതുക്കിയിട്ടിരിക്കുകയാണ്. അർച്ചനയൊക്കെ പോയ ആ കാറും കണ്ടുപിടിച്ചിട്ടുണ്ട്. അർച്ചന ഗൗരിമോളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയം അർച്ചനയ്ക്ക് ഒരു കോള് വരുന്നു. അതുകൊണ്ട് തന്നെ അർച്ചന പുറത്തേക്ക് വരുന്നില്ല. സച്ചി അവിടെ എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഗൗരിമോളെയും കൂട്ടി ശോഭനയും ഗോകുലും കൂടി പുറത്തേക്ക് വരികയാണ്. ഇനി നമുക്ക് പോകാം, ഇപ്പോൾ ഇല്ലല്ലോ, കണ്ടില്ലേ, നിനക്ക് സമാധാനമായില്ലേ എന്നൊക്കെ ബിജുക്കുട്ടൻ ഇങ്ങനെ സച്ചിയോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും പറ്റില്ല, നമുക്ക് എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് വീടും കൂടെ കയറി നോക്കാം. നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഈ വീട്ടിൽ തന്നെയുണ്ട് അർച്ചന. നേരെ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചിട്ട് എൻ്റെ ഭാര്യ അർച്ചന ഇവിടെയുണ്ടോ എന്ന് ചോദിക്കാം എന്നൊക്കെ സച്ചി പറയുമ്പോൾ, അതോടുകൂടി ഈ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകും എന്ന് ബിജുക്കുട്ടൻ പറയുന്നു. നീ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട്. നീ ഒറ്റയ്ക്ക് പോകാനോ? നീ അവിടെ ചെന്നിട്ട് എന്തോന്ന് അന്വേഷിക്കും? ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടിയില്ലേ എന്നൊക്കെ ബിജുക്കുട്ടൻ ഇങ്ങനെ ചോദിക്കുന്നു. എനിക്കൊരു ഐഡിയ ഉണ്ട് എന്നിങ്ങനെ സച്ചി പറയുന്നു. എന്നിട്ട് ഒന്നും പറയാതെ തന്നെ സച്ചി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. പുറകെ ബിജുക്കുട്ടനും പോകുന്നുണ്ട്. ഇപ്പോൾ വീടിൻ്റെ വാതിൽക്കൽ ചെന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണ്. ശോഭനയാണ് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാണെന്ന്. ഉടനെ ബിജുക്കുട്ടൻ ഇപ്പോൾ പറയുന്നുണ്ട്, അത് പിന്നെ അമ്മച്ചി, എൻ്റെ പേര് ബിജുക്കുട്ടൻ, ഇവൻ്റെ പേര് സച്ചി. ഇവൻ്റെ മോളോടൊപ്പമാണ് ഇവിടുത്തെ കുട്ടി സ്കൂളിൽ പഠിക്കുന്നത്. ഉടനെ സച്ചിയും പറയുന്നുണ്ട്, ഗൗരിമോളോടൊപ്പമാണ് ഇന്ദുമോളും പഠിക്കുന്നത്. ഓ അത് ശരി, എന്തിനാ വന്നത് എന്ന് ശോഭന ചോദിക്കുന്നുണ്ട്. ഉടനെ സച്ചി പറയുന്നുണ്ട്, അത് പിന്നെ എൻ്റെ മോളുടെ ബുക്ക് ഇവിടുത്തെ ഗൗരിയുടെ കയ്യിലായിപ്പോയി. സ്കൂളിൽ ചെന്നപ്പോഴാണ് മോൾ അത് ഓർത്തത്. ഞാനിപ്പോൾ മോളെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് വരുന്ന വഴിയാണ്. ഇന്ന് സ്കൂളിൽ കാണിക്കേണ്ട ഹോംവർക്കുണ്ട്. മോള് വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ബുക്ക് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ശോഭന പറയുന്നുണ്ട്, അത്രയുള്ള കാര്യം, വന്നേ അകത്തേക്ക് ഇരിക്കാം. അങ്ങനെ ഇപ്പോൾ അവർ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. സച്ചിയും ബിജുക്കുട്ടനും അവിടെ ഇരിക്കുന്നു. ഇന്ദുമോളുടെ കാര്യം ഗൗരിമോൾ ഇവിടെ വന്ന് പറയാറുണ്ട് എന്നിങ്ങനെ ശോഭന പറയുമ്പോൾ, അവർ നല്ല ഫ്രണ്ട്സാണ് എന്ന് സച്ചി പറയുന്നു. കുടിക്കാൻ എന്താ വേണ്ടത്, ചായയോ കാപ്പിയോ എന്നിങ്ങനെ ശോഭന ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട എന്ന് സച്ചി പറയുന്നു. ആ ബുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ സച്ചി ചോദിക്കുമ്പോൾ ശോഭന പറയുന്നുണ്ട്, അതിനെന്താ എന്ന് പറഞ്ഞ് മോളെ സമൃദ്ധേ എന്ന് പറഞ്ഞ് ഇപ്പോൾ അർച്ചനയെ വിളിക്കുകയാണ്. സമൃദ്ധയോ അർച്ചനയെന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ബിജുക്കുട്ടൻ. അങ്ങനെ ഇപ്പോൾ വളരെ പ്രതീക്ഷയോടും ആകാംക്ഷയോടും കൂടി കാത്തിരിക്കുകയാണ് സച്ചി. നിൻ്റെ ഭാര്യയുടെ പേര് സമൃദ്ധയെന്നല്ലല്ലോ, അർച്ചനയെന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബിജുക്കുട്ടൻ. ആ സമയം ഇപ്പോൾ അവിടേക്ക് വരികയാണ് ശിശിര. ഇത് നമ്മുടെ ഗൗരിമോളുടെ കൂടെ പഠിക്കുന്ന ഇന്ദുവിൻ്റെ അച്ഛനാണ്. ഇന്ദുവിൻ്റെ ഏതോ ഒരു ബുക്ക് മോളുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്, അതൊന്ന് നോക്കിയെടുക്ക് എന്നും പറയുന്നു. ഇത് കേട്ട് ശിശിര പറയുന്നുണ്ട്, ശരി ഞാൻ നോക്കിയെടുക്കാമെന്ന്. നിങ്ങളിവിടെ ഇരിക്കുക, ഗൗരിമോളുടെ കൂട്ടുകാരിയുടെ അച്ഛൻ ഇവിടം വരെ വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ പോകുന്നത് ശരിയല്ല. നിങ്ങളിവിടെ ഇരിക്കുക, ഞാൻ ചായ എടുക്കാം എന്ന് പറയുകയാണ് ശോഭന. ശിശിര ഇപ്പോൾ അർച്ചനയോട് വന്ന് ചോദിക്കുന്നുണ്ട്, ഗൗരിമോൾ ആരുടെയെങ്കിലും ബുക്ക് കൊണ്ടുവന്നിരുന്നോ എന്ന്. ഇല്ല എന്നിപ്പോൾ അർച്ചന പറയുന്നുണ്ട്. ഉടനെ ഇത് കേട്ട് ശിശിര പറയുന്നുണ്ട്, ആ ബുക്ക് അന്വേഷിച്ച് 2 പേര് വന്നിരിക്കുന്നു. ഏതോ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛനാണെന്നാണ് പറഞ്ഞത് എന്നൊക്കെ ശിശിര പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്നോട് പറയേണ്ടതാണല്ലോ. ഇത് കേട്ടപ്പോൾ ശിശിര പറയുന്നു, ചിലപ്പോൾ പറയാൻ മറന്നു പോയതായിരിക്കും എന്ന്. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അർച്ചന ഇപ്പോൾ അവിടെ ബുക്കുകളൊക്കെ തപ്പുന്നുണ്ട്. ഇതെല്ലാം ഗൗരിമോളുടെ ബുക്കാണല്ലോ, വേറെ ആരുടെ ബുക്കില്ല എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. എങ്കിൽ ചിലപ്പോൾ ബാഗിലായിരിക്കും, സമൃദ്ധ തന്നെ ചെന്ന് അവരോട് പറഞ്ഞേക്ക് എന്നും ഇങ്ങനെ ശിശിര ഇപ്പോൾ അർച്ചനയോട് പറയുകയാണ്. അങ്ങനെ അർച്ചന ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നാൽ അവിടെ വരുമ്പോൾ അവരെ 2 പേരെയും കാണുന്നില്ല. എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചായയുമായി ശോഭന അവിടെ വരുമ്പോൾ അവരെ അവിടെ കാണുന്നില്ല. ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവരെന്താ പോയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ശരിക്കും അവർ ബുക്ക് വാങ്ങാനല്ലേ വന്നത് എന്നൊക്കെ അർച്ചന ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ഉടായ്പുമായി വന്നതായിരിക്കും എന്ന് ശിശിരയും പറയുന്നുണ്ട്. ആ കുട്ടിയുടെ പേരെന്താണെന്ന് അയാൾ പറഞ്ഞത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഇന്ദു എന്ന് പറയുന്നുണ്ട് ശോഭന. അർച്ചന ഇപ്പോൾ മുകളിൽ ചെന്നിട്ട് അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയും ബിജുക്കുട്ടനും പോകുന്നത് കാണുന്നു.
വളരെ വിഷമത്തോടെ സച്ചി ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് നോക്കാൻ സമ്മതിക്കാതെ ബിജിക്കുട്ടൻ സച്ചിയെ പിടിച്ച് ഇങ്ങനെ തിരിച്ചു നിർത്തുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.